നമസ്കാരം, ബോസ്വാല മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഒരു പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകും, എന്താണ് ഓണത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ഓണം സീസണിൽ ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്നത്. തീർച്ചയായും നമ്മൾ ബിസിനസ്സിൽ നിന്നും വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. നമ്മൾ ഓണ സമയത്ത് ചെയ്യാൻ സാധിക്കുന്ന, നിങ്ങൾക്ക് ഇനി വരുന്ന കാലത്തും, അതായത് ഇനി വരുന്ന ഓണക്കാലത്തും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട 5 ബിസിനസ് ഐഡിയകളെ കുറിച്ചാണ്. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മികച്ച വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഓണം സീസൺ സ്പെഷ്യൽ 5 ബിസിനസ് ഐഡിയാസ് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ബോസ്വാല മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് ബനാന ചിപ്സ് മേക്കിംഗ് ആണ്. അതായത് വാഴപ്പഴത്തിന്റെ ചിപ്സിന്റെ ഒരു നിർമ്മാണം, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസസ്സിംഗ്, അതിന്റെ ഒരു ഡെലിവറി. ഈ പറയുന്ന അല്ലെങ്കിൽ ചിപ്സ് എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ ഓണസമയത്ത് മാത്രമല്ല, നമ്മുടെ ആരുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഏറ്റവും മുന്നിലുണ്ടാകുന്ന ഒരു പലഹാരം എന്ന് പറയുന്നത് ചായയുടെ കൂടെ ചിപ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചിപ്സിന്റെ ഡിമാൻഡ് വളരെ വളരെ കൂടുതലാണ്. അതിന്റെ ഒരു ചെറിയ നിർമ്മാണ യൂണിറ്റ് നിങ്ങൾക്ക് താൽക്കാലികമായി സെറ്റപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ കൂടി 3-4 പേർ ചേർന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ബനാന ചിപ്സ് മേക്കിംഗ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ചെയ്യാം. മികച്ച ലാഭവും നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമായും വേണ്ട ക്യാപിറ്റൽ റിക്വയർമെന്റ്, അതായത് ഏറ്റവും കുറഞ്ഞ എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് ഒരു ബനാന ചിപ്സ് മാനുഫാക്ചറിംഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്? ഒരു 5000 രൂപ മുതൽ 20,000 രൂപ വരെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഡീസൻ്റ് ആയിട്ട്, വളരെ ഈസി ആയിട്ട് ഒരു ചിപ്സ് നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാം. അല്ലെങ്കിൽ ചിപ്സ് നിർമ്മിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആളുകളിലേക്ക് എത്തിച്ച് മികച്ച വരുമാനം ഉണ്ടാക്കാം. അതുപോലെ വേണ്ട പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കൾ എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും പഴം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ബനാന നമുക്ക് വേണം, റോ ബനാന, പച്ചപ്പഴം. അതുകൂടാതെ ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായ എണ്ണ, മാത്രമല്ല ഗ്യാസ്, അത് കുക്ക് ചെയ്യാൻ ആവശ്യമായ പാത്രം, തവി, കൂടാതെ പാക്കിങ്ങിന് ആവശ്യമായ മെറ്റീരിയലുകൾ, ചിപ്സ് ഫില്ല് ചെയ്ത പാക്കറ്റ് സീൽ ചെയ്യാൻ ആവശ്യമായ ഒരു സീലിംഗ് മെഷീനും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സംഭവം, ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ വീടിന് പുറത്ത് എന്തെങ്കിലും ചെറിയ സൗകര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഔട്ട് ഹൗസ് പോലെ, അല്ലെങ്കിൽ ഒരു പോർച്ച് പോലെ, അങ്ങനെ വല്ല സെറ്റപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വളരെ വൃത്തിയാക്കിക്കൊണ്ട്, ശ്രദ്ധിക്കുക, വൃത്തി എന്ന് പറയുന്നത് നമ്മുടെ മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ വൃത്തിയായിട്ടുള്ള ഒരു സെറ്റപ്പിൽ നിന്നുകൊണ്ട് ഒരു ബനാന ചിപ്സ് നിർമ്മാണം നിങ്ങൾക്ക് നടത്താം. അവിടെ നിങ്ങൾക്ക് നിർമ്മിച്ചുകൊണ്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കടകളിലും വീടുകളിലും ഓണം സീസണിൽ പ്രത്യേകിച്ച് നിങ്ങൾ കൊടുക്കുന്ന ഒരു, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാശ് വാങ്ങിക്കാം. നിങ്ങൾക്ക് മികച്ച പണം ഉണ്ടാക്കാം. 25 മുതൽ 40% വരെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓണത്തിന് ശേഷമാണെങ്കിൽ പോലും, അതായത് ഓണം കഴിഞ്ഞിട്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ മികച്ച കാര്യം തന്നെയായിരിക്കും. ഓണത്തിന് വെച്ചുവിടാൻ പറ്റാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൂക്കളാണ്. പൂക്കളം ഇല്ലാതെ എന്ത് ഓണം, അല്ലേ? അപ്പോൾ പൂക്കളത്തിനുമായിട്ട് ആവശ്യമായിട്ടുള്ള പൂക്കളുടെ ഒരു സപ്ലൈ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരുപാട് ആളുകൾ ഇന്ന് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓണ സമയത്ത് പൂക്കൾക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ പൂ വാങ്ങുന്ന കടയിൽ നമ്മൾ പോയാലുണ്ടാകുന്ന തിരക്ക് എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വിഷുവിന് പടക്കം എന്നതുപോലെ തന്നെ ഓണത്തിന് പൂക്കൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ പൂക്കളുടെ ഒരു സപ്ലൈ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെ മികച്ച ഒരു കാര്യം തന്നെയായിരിക്കും. 3000 മുതൽ 10,000 രൂപ വരെ നിങ്ങൾക്ക് മതിയാകും ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ. പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നോ അല്ലെങ്കിൽ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ നിങ്ങൾ പോയി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ തുകയ്ക്ക് നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് പൂക്കൾ വാങ്ങിച്ചുകൊണ്ട് കേരളത്തിൽ വന്ന് വിൽക്കാൻ സാധ്യമാണ്. ഇനി എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത്? ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ കൃഷിക്കാരിൽ നിന്നോ വളരെ ചെറിയ എമൗണ്ടിന് പൂക്കൾ ലഭിക്കും. അത് കേരളത്തിലേക്ക് എത്തിച്ച്, നിങ്ങളുടെ ടൗണിലേക്ക് എത്തിച്ച്, നിങ്ങൾക്ക് അതൊരു സെറ്റപ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു താൽക്കാലികമായിട്ടുള്ള ഒരു സ്ഥലം വാടകയ്ക്ക് എടുക്കാം. നിങ്ങൾക്കറിയാലോ, പൂക്കൾ എന്ന് പറയുന്നത് ഓണത്തിന് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ആ സമയത്ത് മാത്രമേ അത് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു സെറ്റപ്പ് നമുക്ക് ആവശ്യമില്ല. ചെറിയൊരു സ്പേസ് നമുക്കുണ്ടെങ്കിൽ ആളുകൾ ക്യൂ നിന്ന് പൂക്കൾ വാങ്ങിക്കുന്ന ഒരു കാഴ്ച ഈ ഒരു സീസണിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ്. വളരെ മികച്ച ഒരു പ്രോഫിറ്റ് ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൂടാതെ 30 മുതൽ 50% വരെ പ്രോഫിറ്റ് ഇതിൽ ഗ്യാരണ്ടീഡ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് വാഴയിലയുടെ ബിസിനസ് ആണ്. അതായത് ഓണ സമയത്ത് നമുക്ക് വാഴയില, ഓണസദ്യ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്, അല്ലേ? അപ്പോൾ വാഴയില നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ, കടകളിലും അതുപോലെ വീടുകളിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴയില നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു സീസണിൽ. വളരെ ചെറിയ മുതൽ മുടക്കിൽ നിന്നുകൊണ്ട് വളരെ മികച്ച വരുമാനം ഇതിൽ നിന്നും ഉണ്ടാക്കാം. അതായത് നിങ്ങൾ കർഷകരിൽ നിന്നോ ഹോൾസെയിൽ ആയിട്ട് വിൽക്കുന്ന ആളുകളിൽ നിന്നോ വാഴയില ഡയറക്റ്റ്ലി സംഭരിച്ചുകൊണ്ട് അത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നിങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ മികച്ച പ്രോഫിറ്റിൽ നിന്നും ഉണ്ടാക്കാം. അതുമാത്രമല്ല, ഓണ സമയത്ത് വാഴയിലേക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് അയൽ
സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മറ്റ് ഗൾഫ് നാടുകളിലൊക്കെ ഒരുപാട് മലയാളികൾ ഉണ്ട്. നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് തൽക്കാലം പോകുന്നില്ല. പക്ഷേ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കൂടെ കയറ്റി അയക്കാൻ പറ്റുമെങ്കിൽ അത് മികച്ച രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും. ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നും പറയുന്നത് വസ്ത്രങ്ങളും ഹാൻഡ്ലൂമുകളുമാണ്. ഓണത്തിന് ഓണപ്പുടവ എന്ന് പറയുന്നത് വളരെ മികച്ച, വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ്. സോ അതിന്റെ ഒരു വിൽപ്പന യൂണിറ്റ് നിങ്ങൾക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ആരംഭിക്കാൻ പറ്റുമെങ്കിൽ അത് മികച്ച ഒരു കാര്യം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ട്രഡീഷണൽ കേരള സാരി, അതുപോലെ തന്നെ കസവും ഉണ്ട്, ഇങ്ങനെയുള്ള വസ്തുക്കൾ മാത്രം കൊടുത്താൽ മതി. സാധാരണ തുണിക്കടകളിൽ വിൽക്കുന്നത് പോലെ ഒരുപാട് വെറൈറ്റി ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. കേരള സാരിയും ഒരു കേരള കസവും കൊണ്ടും മാത്രം നിങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് വിറ്റുകൊണ്ട് മികച്ച വരുമാനം ഉണ്ടാക്കാം. 15,000 രൂപ മുതൽ ഒരു 50,000 രൂപ വരെ ഒരു ക്യാപിറ്റൽ റിക്വയർമെന്റ് ഇതിനായിട്ട് വേണ്ടി വരും. ഇത് നിങ്ങളുടെ സ്റ്റോക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ എത്രത്തോളം സ്റ്റോക്കാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു എമൗണ്ടിനെ അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഹോൾസെയിൽ ഹാൻഡ്ലൂം കോർപ്പറേറ്റീവ്സിനോ അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള നെയ്ത്തുകാരിൽ നിന്നോ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. അതുകൂടാതെ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയും നിങ്ങൾക്ക് ഇത് വിൽക്കാവുന്നതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആൾക്കാർ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു. ആളുകൾ ഇന്ന് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസുകൾ പോലെയുള്ള ഇടങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നു. ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും, അതായത് ഓൺലൈൻ ആയിട്ടുള്ള ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഇതുവഴി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് മികച്ച കാര്യം തന്നെയായിരിക്കും. സദ്യയില്ലാതെ എന്ത് വേണം? അതെ, ഓണസദ്യയുടെ ഒരു കാറ്ററിംഗ് യൂണിറ്റ് നിങ്ങൾക്ക് താൽക്കാലികമായി ആരംഭിക്കാൻ പറ്റുമെങ്കിൽ അതിൽ പരം മികച്ച വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഒരു 10,000 രൂപ മുതൽ 25,000 രൂപ വരെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 30,000 രൂപ വരെ നിങ്ങൾക്ക് ക്യാപിറ്റലായിട്ട് ഇറക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു സദ്യ യൂണിറ്റ് ചെറുതായിട്ട് തന്നെ ആരംഭിക്കാൻ പറ്റും. ഇതിൽ സദ്യക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതുപോലെ തന്നെ പാത്രങ്ങൾ, വാഴയിലകൾ, അതുപോലെ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള തൊഴിലാളികളുടെ ഒരു സപ്പോർട്ടും ആവശ്യമുണ്ട്. ഇവരെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെറിയൊരു യൂണിറ്റ് ആരംഭിച്ച് നമുക്ക് സദ്യ ഈ പറഞ്ഞ പോലെ ഓഫീസുകളിലോ അല്ലെങ്കിൽ വീടുകളിലോ ആൾക്കാർ പുറത്തു നിന്നും ഓർഡർ ചെയ്യുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രവണതയുണ്ട്. ഓണസദ്യ എന്ന് പറഞ്ഞ ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുമുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സദ്യ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആളുകളിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് മികച്ച ഒരു ബിസിനസ് ഐഡിയ തന്നെയായിരിക്കും. അപ്പോൾ എന്തിന് നിങ്ങൾ ഇനി മടിച്ചു നിൽക്കണം? ഈ ഓണം ഇന്ന് അടുത്തെത്തി. പക്ഷേ നിങ്ങൾ ഈ ഓണത്തിന് അല്ലെങ്കിൽ അടുത്ത ഓണത്തിന് അല്ലെങ്കിൽ വരുന്ന ഓണങ്ങൾക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള ഓണം തന്നെ ആവണമെന്നില്ല. ഞാനിപ്പോൾ ഓണത്തിന്റെ ഒരു സീസൺ ആയതുകൊണ്ട് ഇത്തരം ഓണത്തിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റേതെങ്കിലും ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ഫെസ്റ്റിവൽ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സീസണൽ ആയിട്ടുള്ള ബിസിനസ് ചെയ്യാനുള്ള ധാരാളം ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അവരിൽ ഒരാളാവാം. മികച്ച വരുമാനം ഉണ്ടാക്കാനും പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബോസ് വാല, ബി ദ ബോസ്.